കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ബാക്ക് ഗാർഡനിൽ ഞങ്ങളുടെ ഫസ്റ്റ് കൃഷി വളരെ സക്സസ്ഫുൾ ആയതുകൊണ്ട് ഒരു ബെഡും കൂടെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്രാവശ്യം. അപ്പോൾ അങ്ങനെ വുഡീസിൽ പോയി വുഡീസിൽ നിന്ന് കുറച്ച് കോമ്പൗണ്ട് എല്ലാം വാങ്ങിച്ചു. അവിടെ ബൈ ടു ഗെറ്റ് വൺ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കോമ്പൗണ്ട് എല്ലാം വാങ്ങിച്ചു. പിന്നെ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബെഡിൻ്റെ ഫ്രെയിം എടുത്ത് നേരത്തെ ലൊക്കേറ്റ് ചെയ്തിരുന്ന പൊസിഷനിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ബെഡിനോട് ക്ലോസർ ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് വെച്ചു. അപ്പം നമുക്ക് ചെയ്യേണ്ടി വന്നിരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പുല്ലെല്ലാം ചെത്തിക്കളയേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ടൂള് ഞാൻ ലിഡിൽ നിന്ന് വാങ്ങിയതുണ്ടായിരുന്നു. ആ ടൂൾ വെച്ചിട്ട് അവിടെ എല്ലാം ചെത്തി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ മൾട്ടിപർപ്പസ് കോമ്പൗണ്ട് 1 by 1 ആയിട്ട് പൊട്ടിച്ച് 3 പാക്കറ്റാണ് വാങ്ങിച്ചത്. ഒരു 50 ലിറ്റേഴ്സിൻ്റെ 60 ലിറ്റേഴ്സിൻ്റെ പാക്കറ്റാണ്. അപ്പം അത് ഞാൻ ഓരോന്ന് 1 by 1 ആയിട്ട് പൊട്ടിച്ച് അതിനകത്തേക്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഫില്ല് ചെയ്തു. അതിനുശേഷം രണ്ടാമത്തത് ഫില്ല് ചെയ്യാൻ പോകുന്നു. അപ്പോൾ രണ്ടാമത്തെ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നി അത് കുറവാണ്. അപ്പം അതിനുശേഷം ഞാൻ മൂന്നാമതൊരു പാക്കറ്റും കൂടി ഫില്ല് ചെയ്യേണ്ടി വന്നു, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ ബെഡൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നേരത്തെ ഇത് വെച്ചിരുന്ന ഈ ഫ്രെയിം വെച്ചിരുന്ന പൊസിഷനിലേക്ക് നമ്മളൊരു ഗാർഡനിലേക്ക് ഒരു ഷെഡ് വെക്കാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്ത് വെക്കുന്ന കാരണം എന്തായാലും ഞാൻ ആ ഫ്രെയിം അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിൽ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ ഓൾറെഡി എന്തായാലും നമ്മൾ ചെയ്ത ഒരു കൃഷിയുടെ കാര്യങ്ങളെല്ലാം സക്സസ് ആയത് കാരണം ഒരു ബെഡും കൂടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അതിനകത്ത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്തിട്ടില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചീരയുണ്ട്. അപ്പോൾ ആ ചീര ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള പലരും ചീര നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ട്രൈ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് കുറച്ച് ചീര വാങ്ങിച്ചിട്ടുണ്ട്, ചീരയുടെ വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൂടെ ട്രൈ ചെയ്യണം. ബേസിക്കലി ഇവിടുത്തെ സമ്മർ ഇപ്പം ഓൾമോസ്റ്റ് തീരാൻ പോകുന്ന ഒരു സ്റ്റേജിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴല്ല അത് പ്ലാൻ ചെയ്യേണ്ടത്, നേരത്തെ തന്നെ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ അതിന് ആ ഒരു ബെഡ് സ്പേസ് ഒന്നും ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ വീണ്ടും ചീര വയ്ക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചീര ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇത്രയും സ്റ്റേജ്. ഇനിയിപ്പോൾ ഞാനത് മൂന്നാമത്തതും കൂടെ ഫില്ല് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ ആക്ച്വലി ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, 2 ഫില്ല് ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയ പോലെ എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനെന്നാൽ മൂന്നാമത്തതും കൂടെ ഫില്ല് ചെയ്യാം. മൂന്നാമത്തെ ആക്ച്വലി ഞാൻ പഴയ ബെഡിൽ ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പറ്റിയ അബദ്ധങ്ങളൊക്കെ ഒഴിവാക്കി പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇത്രയുള്ള വീഡിയോ. ഇതാണ് കംപ്ലീറ്റഡ് ഫോം. താങ്ക് യു.